ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കൺസോൾ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യലാണ്. വളരെ കുറച്ച് പേർക്കെങ്കിലും ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ് എന്ന് കരുതുന്നതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അത് മറ്റൊന്നുമല്ല, നമ്മളുടെ ഇന്നത്തെ വീഡിയോയുടെ അതിഥി എന്ന് പറയുന്നത് ഇവിടെ UK സ്കോട്ട്ലൻഡിൽ വന്ന് സെറ്റിലായ ഒരാളുടെ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ആളെങ്ങനെയാണ് ഇവിടെ നമ്മളുടെ സ്കോട്ട്ലൻഡിൽ വന്നത്, ഇവിടെ എങ്ങനെയാണ് ജോലി കണ്ടുപിടിച്ചത്, ഇവിടുത്തെ ജീവിത സാഹചര്യം, അങ്ങനെ കുറച്ച് ചോദ്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം. അപ്പോൾ ഈ വീഡിയോ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുകയാണെങ്കിൽ ഞാൻ ആളോട് ചോദിച്ചിട്ട് അതിൻ്റെ ഉത്തരങ്ങളും നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ഈ വീഡിയോയിൽ ആളെ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കാം. രജനി ആളാണ് ഞാൻ പറഞ്ഞ വ്യക്തി. അപ്പോൾ ആൾ നാട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഏകദേശം എത്ര വർഷമായി? 1 വർഷവും 2 മാസവും. 1 വർഷവും 2 മാസവും. അപ്പോൾ ആൾ പ്രൊഫഷനായിട്ട് നേഴ്സായിട്ടായിരുന്നു വർക്ക് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ അപ്പോളോ ഹോസ്പിറ്റലിൽ കരിയർ സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം കുവൈറ്റിലൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലായിട്ട് വർക്ക് ചെയ്തിരുന്നു. പിന്നീടാണ് UK ഒരു ബെറ്റർ ലൈഫിന് വേണ്ടി ആളിങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ ആളുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് ആദ്യം തന്നെ ആളോട് ചോദിക്കാം. എങ്ങനെ UK എത്തിപ്പെട്ടു? കുറച്ച് മുമ്പോട്ട് പോവാം. അപ്പോൾ വണ്ടി വരുന്ന സ്ഥലമാണ്. രജനി പറ, എങ്ങനെയാണ് ഈ UK എത്തിപ്പെട്ടത്? ശരിക്കും പറഞ്ഞാൽ UK വരാൻ കാരണം എന്ന് വെച്ചാൽ തന്നെ കുവൈറ്റിലെ ജോബ് അത്ര നന്നായിരുന്നില്ല. അപ്പോൾ അത്രയും നാൾ ഈ UK അല്ലെങ്കിൽ OET അതൊക്കെ നമുക്ക് പറ്റാത്തൊരു കാര്യം എന്നൊക്കെ വിചാരിച്ചിട്ടേ ഇല്ല. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ ഗൈഡൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും. അപ്പോൾ ഞാനാണെങ്കിൽ കുവൈറ്റിലെ ജോലി നിർത്തിയപ്പോൾ അവിടെ സാലറി ഒക്കെ കുറവായിരുന്നേ. അപ്പോൾ ജോലി നിർത്തിയിട്ട് അപ്പോൾ ഞാൻ ആദ്യം ദുബായ്ക്ക് ട്രൈ ചെയ്തു. അപ്പോൾ എനിക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൻ്റെ കുറച്ച് പ്രശ്നമൊക്കെ വന്നപ്പോൾ പ്രോമെട്രിക്ക് എഴുതാൻ പറ്റിയില്ല, DH എഴുതാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ OET ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, ഈ OET എന്ന് പറയുന്നത് എന്താണ്? നഴ്സുമാരുടെ ഒക്കുപേഷണൽ ഇംഗ്ലീഷ് ടെസ്റ്റ് എന്ന് പറയും. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഈ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരുടെ എലിജിബിലിറ്റി ടെസ്റ്റ് ആണ്. IELTS നമുക്ക് എഴുതാം, പക്ഷേ OET കുറച്ചും കൂടി ഈസിയാണ്. എന്ന് വെച്ചാൽ മെഡിക്കൽ ഫീൽഡുമായിട്ട് ബന്ധമുള്ളതായതുകൊണ്ട് ആ ഒരു എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഈ രോഗികൾ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടാണ് നമുക്ക് കുറച്ചും കൂടി ഈസിയാണ് അതിൻ്റെ ചോദ്യങ്ങളാണ്. അപ്പോൾ ഞാൻ അതിന് മുമ്പ് ഒരു ചോദ്യം ചോദിച്ചോട്ടെ. അപ്പം ദുബായിലേക്ക് വരുന്നത് പറഞ്ഞല്ലോ നമ്മുടെ എക്സ്പീരിയൻസുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കിട്ടാഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ ഈ OET എഴുതുന്നതിനും ഇങ്ങോട്ട് വരുന്നതിനും ആ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ഇഷ്യൂ ഇല്ല. ഓക്കെ, അപ്പോൾ ഗ്യാപ്പ് എന്ന് പറയുന്നൊരു ഗ്യാപ്പ് ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ വർക്ക് ചെയ്യണത് കെയർ ഹോം സെക്ടറിലാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമുക്കിപ്പോൾ NHS വരാം. ഇപ്പം NHS ഇപ്പം ഗ്യാപ്പ് അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ NHS വരാം. ഈ NHS എന്ന് പറയുന്നത് നാഷണൽ ഹെൽത്ത് അതോറിറ്റിയാണ്. ഇപ്പം UK നമ്മൾ NHS എന്നാണ് പറയുക. അപ്പോൾ ആ NHS ട്രസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഗ്യാപ്പ് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വരാം. പിന്നെ ഞാൻ വലിയ റിസ്ക് എടുക്കാൻ പോയില്ല. പിന്നെ അതുപോലെ ഇത്രയും നാൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ട് ഒരു ബ്രേക്ക് ആയിക്കോട്ടെ, ഒരു റിലാക്സേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാൽ കെയർ ഹോം സെലക്ട് ചെയ്തത്. എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നതിൻ്റെ വർക്ക് പ്രഷർ ഒന്നും ഉണ്ടാവില്ലല്ലോ. ഓക്കെ. ഈ കെയർ ഹോം എന്ന് പറയുന്നത് ഞാൻ ചോദിക്കട്ടെ, നഴ്സുമാർക്ക് മാത്രം പറ്റിയതാണോ അതോ സാധാരണക്കാരെ? കെയർ ഹോം നമുക്കറിയാം, പാലിയേറ്റീവ് കെയറിൽ നമുക്ക് അവരെ ശുശ്രൂഷിക്കുക എന്നുള്ളതാണല്ലോ. അപ്പം രജനി വന്നത് ഇവിടെ നഴ്സായിട്ടാണോ അതോ കെയർ ഹോം അസിസ്റ്റൻ്റ് ആയിട്ടാണോ? എങ്ങനെയായിരുന്നു? അല്ല, ഞാൻ വന്നത് നേഴ്സായിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഈ നേഴ്സ് ആവുന്നതിന് കുറേ സ്റ്റെപ്സ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം നേഴ്സുമാർ വരേണ്ട ആദ്യത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ലാംഗ്വേജ് ടെസ്റ്റാണ്. അത് പാസ്സായിട്ട് മാത്രമേ നേഴ്സായിട്ട് വരാൻ പറ്റുള്ളൂ. അപ്പോൾ അല്ലാണ്ട് വർക്ക് ചെയ്യണവരുണ്ട്, കെയർ അസിസ്റ്റൻറ്റ്, സീനിയർ കെയറേഴ്സൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, നേഴ്സുമാർ തന്നെ. അപ്പം അതിന് ഈ ഇംഗ്ലീഷ് എലിജിബിലിറ്റി ടെസ്റ്റ് നിർബന്ധമില്ല. പക്ഷേ നേഴ്സായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അത് വേണം. അപ്പോൾ ആ സ്കോർ കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടുത്തെ കൗൺസിലിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ വരുമ്പം പ്രീ രജിസ്റ്റേർഡ് നേഴ്സ് എന്ന് പറയുന്ന ഒരു പോസ്റ്റിലാണ് വരിക. അപ്പം നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കുറേ സ്റ്റെപ്സ് ഉണ്ടെന്ന്. ഇപ്പോൾ ഇംഗ്ലീഷ് ടെസ്റ്റ്, പിന്നെ നമ്മുടെ നേഴ്സിൻ്റെ എക്സാം, അത് 2 ഘട്ടമായിട്ടാണ് ചെയ്യുന്നത്. ഒന്ന് നാട്ടിൽ വെച്ചിട്ടും ഒന്ന് ഇവിടെ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഫസ്റ്റ് തിയറി ടെസ്റ്റ്, അത് നാട്ടിൽ നിന്ന് എഴുതി പാസ്സാണോ.
അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവിടെ അപ്പോൾ ഇവിടെ വന്ന് പ്രാക്ടിക്കൽ OET കഴിഞ്ഞിട്ടാണോ ഈ പറഞ്ഞ എക്സാം? അപ്പം ഇത് സോറി, നമുക്കിത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറയാം. ആദ്യം നമ്മളിത് പാസ്സാവേണ്ടത് ഈ OET ആണ്. ഈ OET പാസ്സാവാൻ എളുപ്പമായിരുന്നോ? ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം ഒരു വലിയ ഗ്രാമറിൻ്റെ അത്യാവശ്യമൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ OET. പ്രത്യേകിച്ച് IELTS-നേക്കാളും കുറച്ചും കൂടെ ഈസിയാണ്. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ മലയാളം മീഡിയത്തിലാണ് പഠിച്ചത്. അപ്പോൾ എനിക്ക് ഇംഗ്ലീഷ് വലിയ വശമില്ല, പക്ഷേ എന്നാൽ അത്യാവശ്യം സംസാരിച്ച് നിൽക്കും. അതായത് രജനിയുടെ അഭിപ്രായത്തിൽ ആർക്കും നമുക്ക് ശ്രമിച്ചാൽ ഹാർഡ് വർക്ക് ചെയ്താൽ മതി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ കോഴ്സിന് ചേർന്നപ്പം തുടക്കത്തിൽ ഞാൻ വിചാരിച്ചത് ഈസി ആയിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പം അത്യാവശ്യം കുഴപ്പമില്ലാതെ ഇംഗ്ലീഷ് സംസാരിക്കാൻ എനിക്ക് പറ്റും. പക്ഷേ ചിലപ്പോൾ നമ്മൾ ആ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് നമുക്ക് ഒരു ടെൻഷനൊക്കെ വരും, എനിക്ക് കിട്ടുമോ ഇല്ലയോ. പക്ഷേ ഇത് ശരിക്കും എൻ്റെ അനുഭവം വെച്ചിട്ട് പറയുകയാണെ പകുതി ലക്കും കൂടെയാണ്. എക്സാമിൻ്റെ ഡേ ആണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് തോന്നും ക്ലാസ്സിൽ ഇരിക്കുന്നതിനേക്കാളും. എന്ന് വെച്ചാൽ നമ്മൾ അറിയാത്തവരുടെ മുന്നിലാണ് എക്സാം എഴുതാൻ പോണത്. അതുകൊണ്ട് ഇപ്പോൾ OET എക്സാമിന് പോകുമ്പോൾ ക്ലാസ്സിലിരിക്കുന്ന അത്രയും ടെൻഷൻ നമുക്കില്ല. കാരണം കൂളായിട്ട് പോയാൽ അപ്പം അവരെ നമ്മൾ പിന്നീട് കാണുന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് പോയി ഫ്രീ ആയിട്ട് സംസാരിച്ചിട്ട് വരാം. പിന്നെ നല്ലതായിട്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെ പോവുക, അത്യാവശ്യം നല്ലതായിട്ട് പഠിക്കണം, പ്രിപ്പയർ ആയിട്ട് പോയാൽ മതി. പിന്നെ ഇതിന്റെ ഫീസ് എത്രയാണ്? ഫീസ് എക്സാമിന്റെ ഫീസ് ഇപ്പൊ നമ്മുടെ കറൻസിയുടെ റേറ്റ് അനുസരിച്ചിട്ടാണ് കേട്ടോ. നമ്മൾ പൗണ്ടിലാണ് പേ ചെയ്യേണ്ടത്, ഡോളറിലാണ് പേ ചെയ്യേണ്ടത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ എക്സാം എഴുതിയപ്പോൾ എനിക്ക് 35,000 രൂപയാണ് ആയത്. 35,000 രൂപ എക്സാമിന് മാത്രം. ഇൻ കേസ് നമ്മൾ ഫെയിൽ ആയാൽ പൈസ പോവും? മൊത്തം പോവും. ഇപ്പോൾ ട്രെയിൻ ചെയ്യുന്നതിന് അതിപ്പോൾ നമ്മൾ എത്ര നാൾ ട്രെയിൻ ചെയ്യുന്നു. ഇപ്പോൾ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിനും ഓരോ പാക്കേജ് ഉണ്ടാവും. ഇപ്പം ഞാൻ ആദ്യം ചേർന്നത് ശരിക്കും 1 മന്ത്. അപ്പോൾ അവർ നമ്മളെ ഒന്ന് അസസ് ചെയ്യും ഒരു 1 മന്ത് കഴിയുമ്പോൾ. അപ്പം ഞാൻ പറയും എനിക്കിപ്പോൾ എക്സാം എഴുതണമെന്ന് പറഞ്ഞാലും അവർ പറയും ചിലപ്പോൾ എനിക്ക് ഒരാഴ്ചത്തെയും കൂടെ ക്ലാസ് ആവശ്യമുണ്ടെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർക്കാണ് നമ്മളെ കറക്റ്റായിട്ട് അളക്കാൻ പറ്റുക. അപ്പം ഞാൻ കറക്റ്റ് 1 മാസം ആയപ്പോൾ എക്സാം ഡേറ്റ് എടുത്തില്ല. അപ്പോൾ അവർ പറഞ്ഞു ഒരാഴ്ചയ്ക്കും കൂടെ ക്ലാസ് ഇരിക്കാം. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ ക്ലാസ്സിന് ഇരുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ ഉറപ്പൊന്നും ഉണ്ടായില്ല, കാരണം പേടിയുണ്ടായിരുന്നു കിട്ടുമോ ഇല്ലയോ. രജനി എവിടെ ഇത് പഠിച്ചത്? OET പഠിച്ചത് ഞാൻ ട്രിവാൻഡ്രത്ത് അജ്നോറ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അവിടെ ഐ ഹോസ്പിറ്റൽ ഉണ്ടല്ലോ, ഗവൺമെന്റ് ഐ ഹോസ്പിറ്റൽ, അതിന്റെ തൊട്ടടുത്ത. അവരെ കുറിച്ചുള്ള ഒരു അഭിപ്രായം ഒരു ഒറ്റ വാക്കിൽ? സത്യമായിട്ടും എക്സലന്റ് എന്ന് തന്നെ പറയാം. നല്ല ട്രെയിനിങ് ആയിരുന്നു. അപ്പോൾ അവരെ നമുക്ക് അവരുടെ നമ്പർ വേണമെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ കൊടുക്കാം. കാരണം ഞാൻ ശരിക്കും റെക്കമെൻഡ് ചെയ്യും. കാരണം എനിക്ക് ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു, പക്ഷേ കിട്ടിയിട്ടോ. എന്തായാലും നമ്മൾ അവരെ കുറിച്ച് കൂടുതൽ ഇതാകുന്നില്ല, കാര്യം ഒരു പ്രൊമോഷണൽ വീഡിയോ അല്ല, നമ്മൾ കൂടുതൽ ഒരു ഇൻഫർമേറ്റീവ് വീഡിയോ. ഇനി അവരെ നമ്പർ നമുക്ക് ഇതിൽ കൊടുക്കാം. പിന്നെ അടുത്ത ചോദ്യം, OET കിട്ടി, പിന്നെ അടുത്ത സ്റ്റെപ്പ് എങ്ങനെയായിരുന്നു? ഇവരാണോ നമുക്ക് ഇത് കണ്ടുപിടിച്ച് തന്നെ, അതോ വേറെ ഏതെങ്കിലും ഏജന്റ് ആണോ? ഇല്ല, ഞാൻ വേറൊരു ഏജൻസിയാണ്. കാരണം ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. കാരണം ഈ സ്കോർ വെച്ചിട്ട് NMCയുടെ വെബ്സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്യാണ് വേണ്ടത്. അപ്പം എനിക്ക് അത്ര കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ലല്ലോ, ഫസ്റ്റ് ടൈം ചെയ്യാം. അപ്പം ഞാനൊരു ഏജൻസിയുടെ ഹെൽപ്പ് ചോദിച്ചു. മിക്ക ആളുകൾക്കും, നമ്മുടെ വീഡിയോ കാണുന്ന മിക്ക ആളുകളും ഇതേപോലെ കോൺഫിഡൻസ് ഇല്ലായ്മ ഉണ്ടാവും. അവർക്ക് അങ്ങനെയാണെങ്കിൽ ആ ഏജൻസി എങ്ങനെയുണ്ട്? ഏജൻസി ശരിക്കും പറഞ്ഞാൽ ഞാൻ പകുതി വരെയാണ് ആ ഏജൻസിയെ ഫോളോ ചെയ്തത്. എന്ന് വെച്ചാൽ അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. കാരണം എനിക്ക് എപ്പോഴും നമ്മൾ അവരെ വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്നത് കൊണ്ട് ഞാൻ ഏജൻസി എന്തൊക്കെയാ ചെയ്തത്? ഏജൻസി ആദ്യം നമുക്ക് വേണ്ടിയിട്ട് വെബ്സൈറ്റിൽ നമുക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് തന്നു. അപ്പോൾ അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ വെബ്സൈറ്റിൽ നമ്മുടെ അക്കൗണ്ടിൽ കുറേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടത് അവർ തന്നെ പറയും. അപ്പോൾ അതിനനുസരിച്ച് ജസ്റ്റ് ഫോളോ ചെയ്ത് പോയാൽ മതി. നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യുക, ഇംഗ്ലീഷ് പാസ്സായതിൻ്റെ ഇത് അപ്ലോഡ് ചെയ്യുക, പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അവർ പറയും, ലിസ്റ്റ് ഉണ്ട് അതിൻ്റെ. എന്തായാലും ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ആ ഏജന്റിന്റെ പേരൂടെ ഒന്ന് പറഞ്ഞേക്കെ, ആവശ്യമുള്ളവർ അത് ഫോളോ ചെയ്ത് പോട്ടെ. ആ ഏജന്റിന്റെ പേരെന്തായിരുന്നു? വാസ്കോ മെഡിക്സ് ഇന്റർനാഷണൽ എന്നാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ബേസ്ഡ് UK ബേസ്ഡ് ആയിട്ടുള്ള
കൺസൾട്ടൻസി ആണ്. പക്ഷെ നാട്ടിലെ അവരുമായിട്ടാണ് ആദ്യം ഞാൻ കോൺടാക്ട് ചെയ്തത്. അപ്പോൾ ഇവിടുത്തെ നമ്പർ തന്നു. ഓക്കെ, അപ്പോൾ ആ കോൺടാക്ട് നമ്പർ നമ്മളുടെ വീഡിയോയിൽ കൊടുത്തിരിക്കാം. ഇനി അടുത്തത് അവർ ഏജൻസി ഇതെല്ലാം ചെയ്തു തന്നു. അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു? സർട്ടിഫിക്കറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ അവർ തന്നെ ശരിക്കും പറഞ്ഞാൽ നഴ്സിംഗ് എക്സാമിൻ്റെ തിയറി ടെസ്റ്റിനുള്ള ഡേറ്റിന് അപ്ലൈ ചെയ്യാൻ അവർ നമുക്ക് പെർമിഷൻ തരും. ഓക്കെ ഓക്കെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഏരിയയിൽ നമുക്ക് ചൂസ് ചെയ്യാം. ഡേറ്റിൻ്റെ കൊച്ചിയിലൊക്കെ ആണെങ്കിൽ ഡേറ്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാൻ ബാംഗ്ലൂരാണ് എക്സാം എഴുതിയത്. അപ്പോൾ ഇപ്പം മുമ്പൊക്കെ ആണെങ്കിൽ ഒരാഴ്ചയൊക്കെ എടുക്കുമായിരുന്നു റിസൾട്ട് വരാൻ. അപ്പം ഇൻസ്റ്റൻ്റായിട്ട് റിസൾട്ട് വരുന്നുണ്ട്. ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് കിട്ടി കേട്ടോ. വളരെ എളുപ്പമാണ് കേട്ടോ തിയറി. എൻ്റെ എക്സ്പീരിയൻസിൽ തിയറി ടെസ്റ്റ് ഭയങ്കര, പക്ഷേ ഇച്ചിരി പ്രത്യേകിച്ച് ഈ നഴ്സിംഗിലെ മെഡിസിൻ കാൽക്കുലേഷനും പിന്നെ കൂടുതലായിട്ട് അവർ ചോദിക്കണത് ഇവിടുത്തെ UK ഹെൽത്തിലെ നിയമങ്ങളാണ്. ഓക്കെ. ഓരോ ആക്ടും ഒക്കെയാണ് ചോദിക്കുന്നത്. അതിനകത്ത് 2 സെറ്റായിട്ടാണ് ഉള്ളത്. ഒന്ന് മെഡിക്കേഷൻ കാൽക്കുലേഷനും അല്ലാണ്ട് അങ്ങനെ 2 സെറ്റായിട്ടാണ്. പിന്നെ അവരുടെ ആക്ടും പിന്നെ ഇവിടെ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 2 സെക്ഷനിലായിട്ടാണ് എക്സാം എഴുതുന്നത്. ശരിക്കും പറഞ്ഞാൽ CBT പറ്റി ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നമുക്കൊരു ഐഡിയ കിട്ടും. പിന്നെ ഇപ്പം എന്നെ ഹെൽപ്പ് ചെയ്ത ഏജൻസി കൺസൾട്ടൻസി അവരെനിക്ക് മെറ്റീരിയൽസ് എല്ലാം തന്നായിരുന്നു പഠിക്കാൻ. ഈ ഏജൻസിക്ക് നമ്മൾ എത്ര പൈസ കൊടുത്തേ? ഏജൻസിക്ക് ഞാനൊന്നും കൊടുത്തില്ല. പൈസ സാധാരണ ചാർജ് ചെയ്യുമോ അവർ? ഇപ്പം എല്ലാം ഫ്രീ ആണ്. ഇപ്പം എല്ലാം ഫ്രീ ആണ്. ഈ ഏജൻസിയാണോ നമ്മൾ ഇങ്ങോട്ടേക്ക് ജോബ് കണ്ടുപിടിക്കാൻ സാധിച്ചത്? അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ഒന്ന് ബാക്കിയൊന്ന് പറയാം. ഇപ്പോൾ ഫസ്റ്റ് എക്സാം എഴുതും. എക്സാം എഴുതി പാസ്സായി കഴിയുമ്പോൾ ഇപ്പം അവർ ചോദിക്കും ഏത് ഏരിയയിലേക്കാണ് നിങ്ങൾക്ക് പോകാൻ താല്പര്യം, UK ഏത് ഭാഗത്തേക്കാണ്. അപ്പോൾ കുറേ ലിസ്റ്റ് തരും. നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. പ്രത്യേകിച്ച് നമ്മുടെ എക്സ്പീരിയൻസ് അനുസരിച്ചിട്ട് ചൂസ് ചെയ്യാം. ഹോസ്പിറ്റൽസ് ആണെങ്കിൽ ഹോസ്പിറ്റൽ, അല്ലെങ്കിൽ കെയർ ഹോം ആണെങ്കിൽ കെയർ ഹോം. അപ്പം നമ്മൾ ചൂസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യും. ഓക്കെ. ഈ ചൂസ് ചെയ്യുന്ന ലൊക്കേഷനെ ബേസ് ചെയ്തിട്ടാണോ നമുക്ക് ഇത് കിട്ടാനുള്ള ചാൻസ്, അതോ? അങ്ങനെയില്ല. ഇപ്പം എനിക്ക് അപ്പോൾ തുടക്കത്തിൽ തന്നെ കെയർ ഹോം മതി എന്നുള്ളൊരു ഇതുണ്ടായിരുന്നത് കൊണ്ട് ഞാൻ NHSലോട്ട് ട്രൈ ചെയ്തില്ല. ഓക്കെ. ഈ കെയർ ഹോമും NHSും ആയിട്ടുള്ള മെയിൻ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ കെയർ ഹോമിൽ കുറച്ചുകൂടെ സാലറി കൂടുതലാണ് അല്ലേ? അപ്പോൾ തുടക്കക്കാരെന്ന നിലയിൽ എപ്പോഴും അവർ അതാണോ ചൂസ് ചെയ്യുന്നത്, അതോ? ഇല്ല, എൻ്റെ കൂടെ പഠിച്ചിട്ടുള്ള മിക്കവാറും എല്ലാവരും വന്നേക്കണത് NHSലേക്ക് തന്നെയാണ്. പിന്നെ ഞാൻ കെയർ ഹോം ചൂസ് ചെയ്തു കാരണം എനിക്കൊരു ബ്രേക്ക് എന്നുള്ള നിലയിൽ ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തത് കൊണ്ട് തൽക്കാലം എനിക്ക് ഇവിടെ വർക്ക് ചെയ്താൽ മതി എന്ന് വിചാരിച്ചിട്ട് ഞാൻ കെയർ ഹോം ചൂസ് ചെയ്തതാണ്. ഇവിടെ ആണെങ്കിൽ നമുക്ക് ഈ ഗ്യാപ്പ് വരുന്നൊരു വലിയൊരു വിഷയമൊന്നുമല്ല. പിന്നെ ഇതുപോലെ നേരിട്ട് വന്ന് നമ്മൾ കെയർ ഹോമിലേക്ക് വർക്ക് ചെയ്താൽ അതൊരു എക്സ്പീരിയൻസ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം നേഴ്സ് ഹോസ്പിറ്റലിലാണെങ്കിലും ഇപ്പോൾ കെയർ ഹോമിലാണെങ്കിലും ഒരേ വാല്യൂ തന്നെയാണ്. അതെ, അതിപ്പോൾ ബാൻഡിനനുസരിച്ച് ഇപ്പം ഞാൻ ബാൻഡ് 5 നേഴ്സാണ്. അപ്പോൾ ഇപ്പം നമ്മുടെ നാട്ടിൽ നോർമൽ നേഴ്സ് ഇൻചാർജ് ആ ഒരു പോസ്റ്റ് വരുന്നത് പോലെയാണ് നമ്മൾ 5, 6, 7 എന്നൊക്കെ പറഞ്ഞിട്ട് പോണത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കെയർ ഹോം ആണെങ്കിലും ഇവിടെ ആണെങ്കിലും ഹോസ്പിറ്റലാണെങ്കിലും വാല്യൂ സെയിം തന്നെയാണ്. പിന്നെ ഇപ്പോൾ കെയർ ഹോമിൽ നമുക്ക് ഹോസ്പിറ്റലിൽ അത്രയും പണിയില്ല, പക്ഷേ നമുക്ക് റെസ്പോൺസിബിലിറ്റി കൂടുതലുണ്ട്. ഓക്കെ. ഇനി അടുത്ത ചോദ്യം, അവിടുന്ന് ഇങ്ങോട്ടേക്ക് വരാനുള്ള ഇപ്പോൾ ഇതെല്ലാം ചൂസ് ചെയ്തു, ഈ സ്കോട്ട്ലൻഡ് തിരഞ്ഞെടുത്തത് അതിന് എന്തെങ്കിലും കാരണം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ പ്രത്യേകിച്ച് ഫാമിലി ആയിട്ട് വരുന്നവർക്ക് പിന്നെ വലിയ തിരക്ക് ഇഷ്ടപ്പെടാത്തവർക്ക് ഒക്കെ സ്കോട്ട്ലൻഡ് ഞാൻ പ്രിഫർ ചെയ്യുന്നതായിരിക്കും നല്ലത്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഗ്രാമം, കുറച്ചും കൂടെ അധികം തിരക്കും ബഹളമൊന്നുമില്ല. പിന്നെ ഇവിടെ ചിലവ് കുറവ്. ഓക്കെ. ഈ കാര്യങ്ങളൊക്കെ നമ്മളൊരു പ്രത്യേകം വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ് സ്കോട്ട്ലൻഡിൻ്റെ പ്രത്യേകത, അതുപോലെ ഞങ്ങൾ ലണ്ടനിൽ പോയപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടായ കാര്യങ്ങളെല്ലാം വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് പ്രത്യേകം കാണാം. ഇനി അടുത്ത ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടുന്ന് അവർ ഒരു ജോലി കണ്ടുപിടിച്ചു, അതിൻ്റെ ഇൻ്റർവ്യൂ പാസ്സായി, പിന്നെ അവിടുന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് സാധാരണ രീതിയിൽ ഏത് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഏത് പിന്നെ സ്കിൽഡ് ലേബേഴ്സ് പോയാലും അവിടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏജൻസിക്ക് 2 മുതൽ 10 ലക്ഷം ഒക്കെ രൂപ കൊടുക്കണം. ഇവിടെ എത്ര അവർക്ക് 1 രൂപയും കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു സംഭവം?
ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ നിയമം അനുസരിച്ചിട്ട് ഏജൻസികൾക്ക് കാശ് വാങ്ങാൻ നിയമമില്ല. കാരണം ഇപ്പം ഉദാഹരണത്തിന് എൻ്റെ OET തുടങ്ങിയിട്ടുള്ള ഇപ്പം നഴ്സിങ്ങിൻ്റെ എക്സാം ആണെങ്കിലും OET എക്സാം ആണെങ്കിലും പിന്നെ നമ്മുടെ നഴ്സിങ്ങിൻ്റെ പ്രാക്ടിക്കൽ എക്സാം ഇവിടെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം പിന്നെ പ്ലസ് ടിക്കറ്റ്, വിസ ഫീസ് എല്ലാം തന്നെ നമ്മളെ സ്പോൺസർ ചെയ്യുന്നവരാണ്. ഇപ്പോൾ NHS ആണെങ്കിൽ അവരാണ് പേ ചെയ്യുന്നത്. ഇപ്പം ആദ്യം ഇപ്പം നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഏജൻസി പേ ചെയ്താലും ഇവർക്ക് നമ്മുടെ സ്പോൺസറിൻ്റെ കയ്യിൽ നിന്ന് അവർക്ക് റീഫണ്ട് കിട്ടും. സോ അതുമല്ല, അവർക്ക് എന്തോ ഒരു നിശ്ചിത ഫീസ് ഉണ്ടെന്ന്, കമ്മീഷൻ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ഡയറക്റ്റ് അവിടുന്ന്. അപ്പം നമ്മുടെ കയ്യിൽ നിന്ന് ഒന്നും വാങ്ങേണ്ട കാര്യമില്ല. ഇപ്പം ഞാനാണെങ്കിൽ ഇപ്പം ഞാൻ പ്രൈവറ്റ് സെക്ടറിലോട്ട് വന്നതുകൊണ്ട് ഇതിൻ്റെ എല്ലാം പേയ്മെൻറ്റ് ആദ്യം ചെയ്തു ഞാൻ. അപ്പോൾ എനിക്ക് ഇവിടെ വന്നിട്ട് ഇതിൻ്റെ എല്ലാം പ്രൂഫ് കാണിക്കാം. അപ്പോൾ എല്ലാം റീഫണ്ട് കിട്ടി. ഈവൻ OET തുടങ്ങിയിട്ടുള്ള, അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. പിന്നെ മിക്കവാറും NHS വരുന്നവർക്കൊക്കെയാണ്, NHSലേക്ക് വരുന്നവർക്കാണെങ്കിൽ ഞാൻ ടിക്കറ്റ് ഞാൻ എടുത്തു, പക്ഷേ റീഫണ്ട് കിട്ടി. അപ്പോൾ NHSലോട്ടൊക്കെ ആണെങ്കിൽ എല്ലാം ടിക്കറ്റ് ഉൾപ്പെടെ അവരാണ് ആദ്യം തന്നെ ചെയ്യുന്നത്. ടിക്കറ്റ് എടുക്കുന്നത് തന്നെ അവരാണ്. അപ്പോൾ ഒരു കാര്യം നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട്, ഈ ഏജൻറ്റുമാർ പൈസ മേടിച്ച് പറ്റിച്ചു, അല്ലെ കുറേ പേര് പറ്റിച്ചു. പക്ഷേ നിങ്ങളൊരു നഴ്സിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഇതൊക്കെയാണ്, ഈ പറഞ്ഞതൊക്കെയാണ് ഏറ്റവും വലിയ ഗുണങ്ങൾ എന്ന് പറയുന്നത്. മാത്രമല്ല, നിങ്ങളൊരു ഏജൻറ്റിന് കണ്ണുടച്ച് പൈസ കൊടുക്കുന്നതിന് മുമ്പ് ഈ വക കാര്യങ്ങളൂടെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. എന്നിട്ട് മാത്രം നമ്മൾ പൈസ കൊടുക്കുക. ഇനിയിപ്പം ഏജൻറ്റിന് പൈസ കൊടുത്ത് 10 ലക്ഷം രൂപ കൊടുത്ത് NHSലൊക്കെ ജോലി കയറുന്നവരും ഇവിടെ ഉണ്ട് അല്ലേ? ഉണ്ടാവും, പക്ഷേ അങ്ങനെ കൊടുക്കേണ്ട കാര്യമില്ല. അത് തന്നെയാണ് മെയിനായിട്ട് പറയുന്നത്. പക്ഷേ മറ്റുള്ള ജോലികളിൽ ഒരുപാട് കേട്ടിട്ടുണ്ട്, ഡ്രൈവർ വിസ അങ്ങനെ കുറേ സംഭവങ്ങൾ, അത് ചിലപ്പോൾ ഉണ്ടായിരിക്കാം. മേ ബി അവർ പഠിക്കാനെന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും ഇവിടെ വരുന്നത്. ഇവിടെ വന്നിട്ട് 2 വർഷം സ്റ്റേ ബാക്ക്, അങ്ങനെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സാണ്. പക്ഷേ ഈ നഴ്സ് എന്ന ഫീൽഡിൽ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡാണ്. ആൾ ഇവിടെ വന്ന് ജോലി ചെയ്തിട്ട് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. എന്തൊക്കെ എക്സാമാണ് ഇവിടെ വേണ്ടത്, എങ്ങനെ നമുക്ക് ഇവിടുത്തെ ജോബ് സെക്യൂർഡ് ആക്കാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്നുവെച്ചാൽ നമ്മുടെ നഴ്സിങ്ങിൻ്റെ തിയറി ടെസ്റ്റ് നമ്മൾ നാട്ടിൽ വെച്ച് ചെയ്തു, പാസ്സായി. അപ്പോൾ ഇവിടെ വന്നിട്ട് അതിൻ്റെ പ്രാക്ടിക്കൽ എക്സാം ഉണ്ട്. അപ്പോൾ ആ പ്രാക്ടിക്കൽ എക്സാമിന് ഇത്ര കാര്യങ്ങൾ, ഇന്ന സ്റ്റേഷൻസ് എന്നൊക്കെ, അതിപ്പോൾ നമ്മൾ അതിന് OSCE എന്നാണ് പറയുക. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് എ പ്രാക്ടിക്കൽ എക്സാമാണ്. അപ്പോൾ ആ എക്സാമിന് ആദ്യം ഒന്ന് കോച്ചിങ് ഒക്കെ എടുത്തിട്ട് പോണതാണ് നല്ലത്. കാരണം ഇപ്പോൾ കുറേ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. എന്നുവെച്ചാൽ ലാസ്റ്റ് നവംബർ തൊട്ട് പുതിയ കുറേ ടോപ്പിക്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അഡ്വാൻസ് എന്ന് വെച്ചാൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കോച്ചിങ് എടുത്തിട്ട് ഇതിന് നമുക്ക് മാക്സിമം അറ്റംപ്റ്റ് എന്ന് പറയുന്നത് 3 തവണയാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇച്ചിരി ടഫാണ് എക്സാം, എന്നാലും ഒന്നിപ്പോൾ അടുത്തത് കിട്ടും. പിന്നെ പ്രോമെട്രിക്കും ദുബായിൽ വരുന്നവർക്ക് അറിയാം, അവിടെ പ്രോമെട്രിക്കും 3 തവണയാണ്. ഈ ഒന്നിപ്പോയാൽ അടുത്തത് കിട്ടും. ജസ്റ്റ് ഇൻ കേസ് വേഴ്സ്റ്റ് കേസിൽ നമ്മൾ 3 തവണയും ഫെയിൽ ആവുകയാണെങ്കിൽ നമ്മൾ തിരിച്ചു പോകേണ്ടി വരും. എന്ന് വെച്ചാൽ 6 മാസം കഴിഞ്ഞിട്ടാണ് ഈ OSCE എന്ന് പറയുന്ന എക്സാം വീണ്ടും എഴുതാൻ പറ്റുക. അപ്പോൾ തിരിച്ചു പോയിട്ടേ ചെയ്യാൻ പറ്റൂ. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ എക്സിറ്റ് എന്ന് വെച്ചാൽ ക്യാൻസൽ ആകും. അപ്പം നമ്മൾ വീണ്ടും ട്രയൽ ആഫ്റ്റർ 6 months ആണ് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇതിനകത്തൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ IELTS അല്ലെങ്കിൽ OET എടുത്തിട്ട് കുറേ നാൾ കഴിഞ്ഞിട്ടാണ്, എന്ന് വെച്ചാൽ ഏകദേശം എക്സ്പയറി ആകാറായപ്പോഴാണ് ഈ എക്സാം പാസ് അല്ലെങ്കിൽ ഫെയിൽ ആയതെങ്കിൽ, അപ്പോൾ ഈ 6 മാസത്തെ ടൈമിനുള്ളിൽ മറ്റേത് എക്സ്പയറി ആവുകയാണെങ്കിൽ വീണ്ടും ഒന്നേന്ന് നമ്മൾ ഈ OET അല്ലെങ്കിൽ IELTS ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അതാണ് ഇച്ചിരി ഒരു പ്രയാസം എന്ന് പറഞ്ഞാൽ. ചിലപ്പോൾ ജസ്റ്റ് ഇൻ കേസ് അത് പോയി കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവർക്കും ഒരു ടെൻഷൻ വരും. അതിനെ ബൈപ്പാസ് ചെയ്യാൻ എന്തെങ്കിലും വഴിയുണ്ടോ? അതിന് പിന്നെ വേറൊരു ഓപ്ഷൻ ഉള്ളതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ സത്യം പറയുകയാണെങ്കിൽ എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ഞാൻ പൊട്ടി. അപ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നേ. അപ്പോൾ കിട്ടി. അപ്പം അപ്പോഴും നമ്മൾ ഒരു ബാക്കപ്പ് എന്നുള്ള നിലയിൽ ചിന്തിക്കണത് തിരിച്ചു പോകാണ്ട് എങ്ങനെ ആ ഒരു ഇത് ചെയ്യാമെന്ന്. അപ്പം വേണമെങ്കിൽ നമുക്ക് വേറൊരു സ്പോൺസറെ കണ്ടുപിടിക്കാം. സ്പോൺസർ ചെയ്യാൻ പറ്റില്ല. നേഴ്സായിട്ടല്ല,
തൽക്കാലം ഒരു സീനിയർ കെയറോ അല്ലെങ്കിൽ കെയർ അസിസ്റ്റന്റോ എന്നുള്ള നിലയിൽ വേറെ ഏതെങ്കിലും സ്പോൺസർഡ് അണ്ടറിൽ വർക്ക് ചെയ്യാം. വേറെ പ്രൊഫഷനായിട്ട് ഐ മീൻ ഇച്ചിരി ഗ്രേഡ് താഴ്ന്നിട്ട് വർക്ക് ചെയ്യാം. എന്നിട്ട് ഈ ടൈം കഴിയുമ്പോഴത്തേക്കും നമ്മൾ പ്രോസസ്സ് തുടങ്ങാം. ഒന്നുകൂടെ പ്രോസസ്സ് തുടങ്ങാം. അതാണ് നമുക്കിത് ബൈപ്പാസ് ചെയ്യാനുള്ള ആകെയുള്ളൊരു വഴി. ഓക്കെ, അത് കഴിഞ്ഞു. നമ്മളുടെ ഇവിടുത്തെ എന്താ വേറെ എന്തെങ്കിലും പ്രൊസീജിയർ ഉണ്ടോ ഇവിടെ ജോലി നമുക്ക് സ്ഥിരപ്പെടുത്താൻ? ഇല്ല, ശരിക്കും പറഞ്ഞാൽ ഈ എക്സാം കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് പിൻ നമ്പർ കിട്ടും. പിന്നെ നമ്മൾ സേഫ് ആണ്. പിൻ നമ്പർ എന്ന് പറയുന്നത് നമ്മളെ രജിസ്റ്റേർഡ് നേഴ്സിന്റെ ഒരു നമ്പർ. ഈ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എവിടെയും ജോലി കണ്ടുപിടിക്കും. അതെ, ഞാനിപ്പോൾ സ്പോൺസർഡ് അണ്ടറിൽ വന്നുകൊണ്ട് എൻ്റെ കോൺട്രാക്റ്റിനനുസരിച്ച് എത്ര നാൾ ഞാൻ കോൺട്രാക്ട് എടുത്തിട്ടുണ്ടോ അത്രയും നാൾ വർക്ക് ചെയ്യണം. ഓക്കെ ഓക്കെ. അത് കഴിയുമ്പോൾ നമുക്ക് ഇപ്പം എനിക്ക് അവിടെ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ പുതിയ സ്പോൺസറെ കണ്ടുപിടിച്ചിട്ട് അങ്ങോട്ടേക്ക് മാറാം. ഓക്കെ ഓക്കെ. അപ്പോൾ ഇത് ബാക്കി ഇവിടെ വരാനുള്ള സംഭവങ്ങളെല്ലാം നമുക്ക് മനസ്സിലായി. നമുക്ക് ഇവിടെ വന്നിട്ട് അവരുമായിട്ടൊരു കോൺട്രാക്റ്റ് ഉണ്ട്. അത് 2 വർഷമാണെന്ന് തോന്നുന്നു അല്ലേ? എനിക്ക് 3 വർഷമാണ്. പിന്നെ നമുക്ക് ഇവിടെ കുറച്ച് നിയമങ്ങൾ ഇതാക്കിയിട്ടുണ്ട്. അതായത് നിങ്ങളൊരു നേഴ്സായിട്ട് വരുവാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയെ കൊണ്ടുവരാൻ ഈസിയാണ്. ഇപ്പോഴത്തെ പുതിയ നിയമം അനുസരിച്ച് 30,000 പൗണ്ടിൽ താഴെ ആനുവൽ ഇൻകം ഉള്ള ആളുകൾക്ക് അവരുടെ ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാൻ ചില ലിമിറ്റേഷൻസ് ഉണ്ട്. അതിപ്പോൾ ഇൻ കേസ് നിങ്ങൾ ഓൾറെഡി ഇവിടെ ഉള്ള ആളാണ്, നിങ്ങൾക്ക് 30,000 എന്നുള്ളത് 28,000 ആണ്, നിങ്ങൾക്കത് കുഴപ്പമില്ല. ഇവിടെ ഓൾറെഡി ഉള്ള ആൾക്ക് കുഴപ്പമില്ല. പുതിയ ഇൻടേക്സിനാണ്. അതിപ്പോ 38 ആണെന്നാണ് എൻ്റെ ഒരു കാരണം. അത് സ്കിൽഡ് വർക്കർ 38,000 താഴെ ഉള്ളവർക്ക് കൊണ്ടുവരാൻ പറ്റില്ല എന്നാണ്. പക്ഷേ ഈ പറയുന്ന സാഹചര്യത്തിലും നഴ്സസിന് ഇതൊരു എക്സംഷൻ ഉണ്ട്. ഇവിടെ ഇത്രയും ഒക്കെ സംഭവമാണെങ്കിലും നഴ്സസിന്റെ ഒരുപാട് അഭാവമുണ്ട് അല്ലേ? ഒരുപാട് ആവശ്യമുണ്ട്. നിങ്ങളൊരു നഴ്സാണോ, നിങ്ങൾ ഇവിടെ വന്ന ജോബ് ഓൾമോസ്റ്റ് സെക്യൂർഡ് ആണ് എന്ന് തന്നെ പറയാം. പിന്നെ അതുപോലെ തന്നെ സ്കോട്ട്ലൻഡിൻ്റെ ഒരു നല്ല വശം എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉള്ളവർക്ക് എഡ്യൂക്കേഷൻ അവർക്ക് ഡിഗ്രി വരെ ഫ്രീ ആണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ എങ്ങനെ ആള് ഇവിടെ എത്തിപ്പെട്ടു, എന്തൊക്കെയാണ് ആളുടെ ആ ഒരു എക്സ്പീരിയൻസ്, ഇതൊക്കെ നമ്മൾ ഓവറോൾ ഒന്ന് പറഞ്ഞു. ഇനിയിപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഇവിടുത്തെ ഓൾമോസ്റ്റ് എത്ര നമുക്ക് ഇൻകം ഏൺ ചെയ്യാൻ പറ്റും, അത് നിങ്ങൾക്ക് സഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ഇതാണോ, നിങ്ങൾ നാട്ടിലോ അല്ലെങ്കിൽ GCC രാജ്യങ്ങളിലോ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് സെറ്റിൽ ആവുന്നത് നല്ലതാണോ ഇല്ലയോ എന്നൊക്കെ നോക്കാം. അപ്പോൾ ഇത്രയും വിശേഷങ്ങൾ നമ്മളോട് പങ്കുവച്ചതിന് രജനിയോടൊരു ബിഗ് താങ്ക്സ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം എങ്ങനെയാണ് നമ്മൾ ഇവിടെ വന്ന് താമസിക്കുന്നത്, നമുക്ക് ഈ സ്ഥലം ഇഷ്ടപ്പെടുമോ, എത്ര രൂപ ഉണ്ടാക്കാൻ പറ്റും, എങ്ങനെയാണ് ടാക്സ്, എങ്ങനെയാണ് നമുക്ക് PR കിട്ടുന്നത്, അല്ലെങ്കിൽ ഇവിടുത്തെ സിറ്റിസൺഷിപ്പ് കിട്ടുന്നത്, ബാക്കിയുള്ള ആനുകൂല്യങ്ങളും വിശേഷങ്ങളും ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം. അപ്പോൾ ഈ വീഡിയോ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി. അതുപോലെ നിങ്ങൾ വിചാരിക്കുകയാണ് ഈ വീഡിയോ നിങ്ങളുടെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ഒക്കെ ഉപകാരപ്രദമാവുകയാണെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ, ദിസ് ഈസ് സജിത്ത് ആൻഡ് രജനി സൈനിങ് ഓഫ്. ബൈ.